ഹലോ. ഹലോ. കുട്ടി ഉറങ്ങിയായിരുന്നോ? ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. പറഞ്ഞ ഉമ്മക്ക് കുട്ടികളില്ലല്ലോ. ഞാൻ എൻ്റെ കാര്യമാണോ ചോദിച്ചത്? അതാ ഞാൻ പറഞ്ഞത് ഉറങ്ങിയിട്ടൊന്നുമില്ല. എന്താടാ ഉറങ്ങാത്തേ? ഉറക്കം വന്നില്ല. എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ കൃത്യസമയത്ത് ഉറങ്ങണമെന്ന്. ഇനി എന്താണ് എനക്കെന്താടോ? പ്രത്യേകിച്ചൊന്നുമില്ല. അതെ, ഓയ്, ഞാൻ ഇപ്പൊ ഉറങ്ങാൻ വേണ്ടിട്ട് ഒരു മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. എന്തെന്നാടോ? പാട്ട് വെച്ചിട്ട് കിടന്നുറങ്ങാം. അതല്ലേലും ഉള്ളതാണല്ലോ. ഞാനുള്ളപ്പോൾ എൻ്റെ ദേഹത്തായിരുന്നല്ലോ. തലയിൽ കൈ വെച്ചല്ലേ ഉറങ്ങൂ. ഇപ്പം എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. ആ തലകിന് കീറിയിട്ടുണ്ടാവും. ഒന്നും കീറിയിട്ടൊന്നുമില്ല കേട്ടോ. ആണോ? അല്ല മോളെ, ആ ഞാൻ ആദ്യമേ എന്നെ വിളിച്ചപ്പേ ഈ എന്തൊക്കെയാ അവിടെ ഇരുന്ന് പൊറുവിറുക്കുണ്ടായിരുന്നല്ലോ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല എന്നല്ല, ഈ എന്തൊക്കെയോ മെല്ലെ മെല്ലെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. അതാ. ആ, എന്നതായിരുന്നു? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇഷ്ടക്കേടാണോ? ഇഷ്ടക്കേടൊന്നല്ല. അതോ എന്നോടുള്ളതാണോ? ദേഷ്യമാണോ? സത്യം പറഞ്ഞാലേ അത് ഇങ്ങോട്ടുള്ള ദേഷ്യമായിട്ടാണ് ഞാൻ പ്രകടിപ്പിച്ചത്. ഓ, പ്രകടിപ്പിക്കാനൊക്കെ അറിയാല്ലേ? പക്ഷെ നിങ്ങളത് മൈൻഡ് വെച്ചില്ല. അല്ലെങ്കിൽ ഈ പറയുമ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മൈൻഡ് ചെയ്യാറില്ലല്ലോ. ഞാൻ മൈൻഡ് ചെയ്യാൻ നിന്നതിന് നമ്മൾ തമ്മിൽ തല്ലാവൂലേ? അതുകൊണ്ട് ഞാൻ ചമ്മിപ്പോയി. എന്തിനാ നല്ലോണം ഇരിക്കുന്ന ചട്ടി തറയിലിട്ട് ഉടയ്ക്കണത്? അതൊരു ഭാഗത്ത് അനങ്ങാതെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ. നാളെ ആവശ്യം വരുമെന്ന് ഒരു ഓർമ്മയുണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടാ. ആയിക്കോട്ടെ സാറേ. അല്ല മോളെ, എൻ്റെ ബിരിയാണിയൊക്കെ എവിടെയായി? ചെമ്പിലെത്തിയാ? വിളമ്പാറായോ? ബിരിയാണി ഒന്നും ഉണ്ടാക്കാറില്ല ഇപ്പൊ. അതല്ല അവച്ചി, അവച്ചി ബിരിയാണി ഉണ്ടാക്കുന്നൊന്നും പറഞ്ഞില്ലായിരുന്നു കുറച്ച് മുന്നേ? ഇനി ഇങ്ങ വന്നിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അല്ല, അപ്പോഴത്തെ ആ ഒരു ഇതിൽ പറഞ്ഞതാ. അതെ, ഓയ്, എനിക്ക് ഇടക്കിടക്ക് സ്വഭാവം മാറും. അതെല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ സ്വഭാവം മാറുമെന്ന്. അങ്ങനെയല്ല, മൈൻഡ് മാറും. അതന്നെയാണ്. ഇത് രണ്ടും ഒന്നാണോ അവച്ചി? ഇതൊക്കെ പഠിച്ചില്ലേ ഇത്രയും കാലമായിട്ട്? ഇല്ല, എങ്ങ പഠിപ്പിച്ചു തരാത്തോണ്ടല്ലേ. ഇത്ര കൊല്ലായിടോ എനക്ക് പറഞ്ഞു തരാൻ തുടങ്ങിയിട്ട്. അവച്ചി, ഞാൻ കരുതി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടൊക്കെ ഇരിക്കായിരിക്കുന്നു, റെസ്റ്റ് എടുത്തിരിക്കുമായിരിക്കുന്നു, കഴിച്ച ക്ഷീണം. ഉണ്ടാക്കാനുള്ള മടിയാ. അതല്ലേലും മടിയാണല്ലോ. ഓർഡർ ചെയ്തിട്ടുണ്ടാവില്ലേ? മനസ്സിലായി. അതെനിക്കറിയാം. എന്തെങ്കിലും പൂതി കയറിയാൽ പിന്നെ ആ പൂതി തീരണമല്ലോ. ആ പൂതി വിട്ടു മാറാണ്ട് പിന്നെ എങ്ങോട്ടേക്കും ഒരു ചലനവും ഉണ്ടാവില്ലല്ലോ. കൊച്ചു കള്ളനല്ലാതെ മനസ്സിലാക്കി. ഞാനല്ലാണ്ട് പിന്നെ ആരോടെ മനസ്സിലാക്കുക? ഞാനേ വേറൊരു കാര്യം ചോദിക്കട്ടെ? അതെന്താ? സീക്രട്ടാണ്, കുറച്ച് ഹൈഡാക്കി വെക്കേണ്ടി വരും. അങ്ങ് പറയ്. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇങ്ങനെ അങ്ങ് പറയല്ലേ? എന്നാ പറയാനേ. എന്തെന്നാടോ? വായിന്ന് സ്ലിപ്പായതാ. ഞാനേ എനിക്ക് ഇന്ന് രാത്രി ഒരു ഗിഫ്റ്റ് വരും. അതെന്താ? അതല്ലാതെ ഉണ്ട്. എന്നാലും പറ. അതാ പറഞ്ഞത്, ആരോടും പറയരുത്. ഞാൻ ആരോടും പറയില്ല. അത് അന്നേരം തിരപ്പ് കണ്ടാൽ മതി കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അതല്ലേ അതിൻ്റെ ഒരു രസം. നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം തരുമ്പോൾ അത് അവരറിയാൻ പാടില്ലല്ലോ. നിനക്ക് തരുമ്പോൾ പ്രത്യേകിച്ച്. ഇതിപ്പോ ഞാൻ അറിഞ്ഞല്ലോ. ഞാൻ സാധനത്തിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. തരുമെന്നല്ലേ പറഞ്ഞോളൂ. അപ്പോൾ ഒരു ആകാംക്ഷ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടായല്ലോ. ആ ആകാംക്ഷ കുറേ കഴിയുമ്പോൾ സ്നേഹമായിട്ട് വരും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് വലിയ ദേഷ്യത്തിൽ ഈ കൊണ്ടുതരും. എന്നാലും എന്നോട് സ്നേഹമൊക്കെ തന്നെ.